ഹായ് എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോട് വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ് ആണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫോയിൽ പേപ്പറും ഒരു കാർഡ്ബോർഡിൻ്റെ പീസുമാണ്. ഇത് നമ്മൾ നന്നായി ഫോയിൽ പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇത് ഒന്ന് സ്പ്രേ പെയിൻ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 മുട്ടയുടെ തോടാണ് കേട്ടോ. അത് 6 പീസായിട്ടുണ്ട്. ഇനി നമ്മളിത് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി കുറച്ച് ടിഷ്യൂ പേപ്പറും ആവശ്യമുണ്ട്, പിന്നെ ഗ്ലൂവും പിന്നെ സിസേഴ്സും ആണ് വേണ്ടത്. ഇനി നമ്മളിത് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ പേപ്പറിൽ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇത് പെട്ടെന്ന് ഷെല്ല് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉള്ളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സസ് ആയി നിൽക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് ഗ്ലൂവും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മുട്ടയുടെ ഷെല്ലിൻ്റെ മേലെ നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 6 മുട്ടയുടെ ഷെല്ലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഷെല്ലിൻ്റെ മേലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. ഞാനിവിടെ റെഡ് ആട്ടോ എടുക്കുന്നത്. കൊടുക്കാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 6 ഷെല്ലും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ടിഷ്യൂ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കുള്ള മുട്ടത്തോട് വെക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ വെച്ചത്. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താലും മതി. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ 6 ഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ 3 ഫ്ലവർ ആക്കിയിട്ട് 2 ഇതായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഈ ഫ്ലവറിന് തണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട് വന്നൊരു ഹെഡ്സെറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. കമ്പി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ഗ്രീൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണതിന്. ഇനി നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ലീഫ് ഉണ്ടാക്കുന്ന വോയിസ് ഞാൻ ഇടുന്നില്ല. വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ലീഫ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലവറിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അറേഞ്ച് ചെയ്യാം. ഇനി നടു പോർഷനിൽ കാലിയായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ? ഇനി നമുക്കിവിടെ ഒന്ന് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടല്ലേ ഒരു ഭംഗിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പീസ് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാൻ പോവാണ്. നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയി വന്നിട്ടുണ്ട്. എന്തോ ഒരു മിസ്സിങ് ഇല്ലേ? ലീഫിന് നമ്മൾ ഗ്രീൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിന് ഗോൾഡൻ കളറും കൂടെ ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോയിൽ പേപ്പറിന് കളർ ചെയ്യാതെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. എൻ്റെ ഫോയിൽ പേപ്പർ എന്തോ കേടുണ്ടായിരുന്നു, അതിന് സെൻറ്ററിൽ എന്തോ ഒരു കളർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കളർ ചെയ്തത്. നിങ്ങൾ ചെയ്യാതെ എടുക്കുമ്പോൾ ഈ ഫ്ലവർ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. എൻ്റെ ഈ സ്പ്രേ പെയിൻറ്റിൻ്റെ കളറും ഈ ഫ്ലവറും കൂടിയിട്ട് ഒരു മാച്ച് ആവുന്നില്ല. അതാണ് ഇതിന് പ്രശ്നം പറ്റിപ്പോയത്. അങ്ങനെ നമ്മളെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.